വലിയ പാടാ. രോഗം വന്ന ഒരാൾ നമ്മളോട് പറയും എറണാകുളത്ത് ഒരു ആശുപത്രി ഉണ്ടെന്ന് പറയും, വേറൊരാൾ പറയും വേറെ സ്ഥലത്ത് ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടെന്ന് പറയും, വേറൊരാൾ പറയും യുനാനിയാണ് നല്ലതെന്ന് പറയും. നമസ്കാരം. നമ്മുടെ ഈ മുഖ്യമന്ത്രി സതീശൻ സാറില്ലേ, ഒരു മഹാസംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ ചില വ്യക്തികളെയൊക്കെ പറ്റി പറയാറില്ലേ, അദ്ദേഹം ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ, ഒരു പ്രസ്ഥാനമാണെന്ന്. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി സാറ് ഒരു മഹാസംഭവമാണ്. ഏത് വിഷയത്തെ പറ്റിയിട്ടും വളരെ അവഗാഹമായ നോളജ്, പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. ഏത് വിഷയമായാലും വേണ്ടില്ല, അതേപ്പറ്റി കാര്യമായി പഠിച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ ഗംഭീരമായ രീതിയിൽ അത് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ടല്ലോ, അത് എടുത്ത് പറയത്തക്ക ഒരു കാര്യമാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് AI പറ്റിയിട്ട് കുട്ടികളോട് എടുത്തൊരു ക്ലാസ് പോലെയുള്ള ഒരു പ്രസംഗം കേൾക്കാനിടയി. ആ പ്രസംഗം കേട്ട ഒരു ഇടതുപക്ഷ സുഹൃത്ത് എന്നോട് പറഞ്ഞത് എന്താ അറിയോ, നമ്മുടെ പഴയ മുഖ്യമന്ത്രി പിണറായി സഖാവ് മിനിമം ഒരു 100 മണിക്കൂറെങ്കിലും ഈ സതീശൻ സാറിൻ്റെ കീഴിൽ ഒരു ട്രെയിനിങ് എടുക്കേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മൂന്നാമതും പിണറായി ഭരണം തന്നെ ഇവിടെ കേരളത്തിൽ വരുമായിരുന്നു എന്നാണ് ഈ ഇടതുപക്ഷ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഒരുപക്ഷെ ശരിയായിരുന്നിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ ഒരുപക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലോ അത് അവതരിപ്പിക്കുന്നതിലോ, ഇന്നിപ്പോൾ നമ്മുടെ സതീശ മുഖ്യമന്ത്രിയൊക്കെ അവതരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു അപാരമായ കഴിവുണ്ടല്ലോ. അതിൻ്റെ മുമ്പിൽ പിണറായി സഖാവ് അമ്പയെ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഈ സുഹൃത്ത് പറഞ്ഞതിൻ്റെ അർത്ഥം ഉണ്ടാവുക. അത് പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ വിഷയം അതല്ലോ. നമുക്കിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെപ്പറ്റി നമ്മുടെ മുഖ്യമന്ത്രി സാറ് പറയുന്നത് കേട്ടാൽ നമുക്ക് ഒരേ സമയം അത്ഭുതവും ആകാംക്ഷയും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ എന്താ പറയുക, മരണമില്ലാത്ത കാലം വരാൻ പോകണമെന്ന് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ ഈ ഇടതുപക്ഷ സുഹൃത്ത് തന്നെ പറഞ്ഞത് ഇത് കേട്ടിട്ട് ഇനിയിപ്പോൾ അദ്ദേഹം ഈ ഭരണത്തിലൊക്കെ വന്നല്ലോ, ഇനി അങ്ങനെ ഒരു കാലം കൂടെ വന്നു കിട്ടിയാൽ താൻ കാലാകാലത്തിന് ഇവിടുത്തെ മുഖ്യമന്ത്രിയായി തുടരാമെന്നുള്ള വല്ലാത്തൊരു മോഹം ഉണ്ടായിട്ടുണ്ടാവുമോ എന്നൊക്കെ അദ്ദേഹം തമാശ ചോദിക്കുന്നത് കേട്ടു. അത് തമാശയായിട്ട് നമ്മൾ എടുത്താൽ മതി, അതിന് കാര്യമായിട്ട് എടുക്കണ്ട. എന്നാലും അദ്ദേഹം അത് അവതരിപ്പിക്കുന്ന രീതി, അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും നിങ്ങൾ കേട്ടു നോക്കൂ. മെഡിക്കൽ സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റോൾ വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ സിംറ്റംസ് പറഞ്ഞാൽ അപ്പം തന്നെ ഡയഗ്നോസ് ചെയ്യും. എന്നിട്ട് ഇതാണ് തൻ്റെ രോഗം എന്ന് പറയും. ഇപ്പം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ വലിയ പാടാണ്. രോഗം വന്ന ഒരാൾ നമ്മളോട് പറയും എറണാകുളത്ത് ഒരു ആശുപത്രി ഉണ്ടെന്ന് പറയും, വേറൊരാൾ പറയും വേറെ സ്ഥലത്ത് ഒരു ആയുർവേദ ആശുപത്രി ഉണ്ടെന്ന് പറയും, വേറൊരാൾ പറയും യുനാനിയാണ് നല്ലതെന്ന് പറയും. അപ്പോൾ മറ്റൊരാൾ പറയും വയനാട്ടിൽ ഒരു ഒറ്റമൂലയുണ്ട് അതിന് പോകണമെന്ന് പറയും. രോഗം വന്ന പെട്ടുപോയതാണ് ഇപ്പോഴത്തെ കാലത്ത്. മറ്റേത് ആ പ്രശ്നമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പം തന്നെ രോഗം ഡയഗ്നോസ് ചെയ്ത് ഇതാണ് രോഗം എന്ന് പറയും. സെക്കൻഡ് ഓപ്ഷൻ എന്താ? ഫർദർ ആക്ഷൻ എന്താ? ഫർദർ ആക്ഷൻ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു കുറേ മരുന്നങ്ങ് എടുക്കും. അതിൻ്റെ പറയും ഇത് വേണ്ട, തൻ്റെ കിഡ്നി അടിച്ചു പോകും, ഇത് വേണ്ട, ഇത് തൻ്റെ ലിവർ പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ, മരുന്ന് കഴിക്കുക, രോഗം മാറ്റും. കേട്ടോ നിങ്ങൾ, ഇതാണ് സ്വപ്നം കാണുന്ന ഒരു മനുഷ്യന്റെ കഴിവ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ ഇതൊക്കെ നടപ്പാകുമെന്ന് വിഭാവനം ചെയ്യുക, സ്വപ്നം കാണാവുന്നതാണ്. നമ്മുടെ പഴയ പ്രസിഡന്റ് ഉണ്ടല്ലോ, അബ്ദുൽ കലാം, അദ്ദേഹം കുട്ടികളോട് പറയുന്നത് എന്താണ്, നിങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കുമെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ട് എന്താവും ആരാവും എന്ന് സ്വപ്നം കാണും. അപ്പോഴാണ് അതാകാനുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അപ്പോഴാണ് ആ കണ്ടുപിടുത്തങ്ങളോ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലേക്കോ ഒക്കെ എത്തിച്ചേരുക. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി കുട്ടികളോട് പറയുന്ന വാക്കുകൾ കേട്ടാൽ കോരിത്തരിച്ചിരുന്നു പോകും. നാളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ വക സാധ്യതകളൊക്കെ നിങ്ങളുടെ മുന്നിൽ വരും. മെഡിക്കൽ വിദ്യാഭ്യാസത്തിലെ അല്ലെങ്കിൽ മെഡിക്കൽ രംഗത്ത് ഇത്തരം മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് ഈ കുട്ടികളെ ഉത്ബോധിപ്പിക്കുമ്പോൾ വരുന്ന തലമുറ ഇങ്ങനെയൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ രോഗം വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അദ്ദേഹം കൃത്യമായി നമ്മളോട് പറയുകയാണ്. ഒരേ സമയം നമുക്കത് സന്തോഷം നൽകുന്നുണ്ട്, പക്ഷെ അതിനൊരു ആകാംക്ഷയുണ്ട്. കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. എത്രത്തോളം ഇങ്ങനൊരു AI വന്നാൽ എത്ര പേരുടെ തൊഴിലില്ലാതെയാകുമെന്നുള്ളൊരു സംശയമുണ്ട് നമുക്ക്. ഈ AI എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിൽ പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഡോക്ടർമാരുടെ ആവശ്യം എന്താ, നേഴ്സുമാരുടെ ആവശ്യം എന്താ, ഫാർമസിസ്റ്റുകളുടെ ആവശ്യം എന്താ, ആ രംഗത്ത് പ്രവർത്തിക്കുന്ന അനേകായിരങ്ങൾ തൊഴിലില്ലാതെ ആകില്ലേ എന്ന് നമുക്ക് മുഖ്യമന്ത്രി സാറിനോട് ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞൊന്ന് മാറി നിന്ന് ചോദിക്കാം. പക്ഷെ അതുകൊണ്ട് AI-യുടെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലോ. പക്ഷേ ഇതെല്ലാം സംഭവിക്കുമെന്ന് മുഖ്യമന്ത്രി സാറ് വളരെ ഡീപ്പായി പഠിച്ച് നമ്മളോട് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു സത്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ ആശങ്കപ്പെട്ടിരുന്നല്ലോ, ഇത് വലിയ തോതിൽ തൊഴിൽ നഷ്ടമുണ്ടാക്കും,
തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. പക്ഷെ വിചാരിച്ച പോലെയല്ല ഉണ്ടായത്. മറ്റൊരു മേഖലയിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ തൊഴിലുകളുടെ സ്വഭാവം മാറി എന്നുള്ളതൊരു വാസ്തവം തന്നെ. പക്ഷെ അതിൻ്റെ അങ്ങേ അറ്റത്തെയാണ് ഇപ്പം ഈ AI ഒരു വരവ് കൂടെ. അത് ഈ കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജാണ്. അതാണ് ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നത്, എല്ലാ രംഗത്തും കൈയടക്കി നമ്മളെ ഭരിക്കാൻ പോകുന്നത്. പക്ഷെ അത് ഭരണകൂടങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ അപകടത്തെപ്പറ്റി. എല്ലാവരും അതുണ്ടാക്കിയ ആൾക്കാർ പോലും ഇത് തന്നെ പോയി ഭസ്മാസുരനെ പോലെ അത് നമ്മളെ മാനവ സമൂഹത്തെ വിഴുങ്ങിക്കളയുമോ, ഒരുപക്ഷെ ആണവോർജം കണ്ടുപിടിച്ചതിനേക്കാൾ അപകടകരമായിരിക്കുമോ ഈ AI വരവും കണ്ടുപിടുത്തവും എന്ന് ആശങ്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നും കൂടെ നമ്മുടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായ മുഖ്യമന്ത്രി സാറ് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് മാത്രം പറഞ്ഞു വെച്ചില്ല. ഭാവിയിൽ AI സൃഷ്ടിക്കാൻ പോകുന്ന അപകട സാധ്യതകൾ, അതായത് നമ്മുടെ സമൂഹത്തിൽ അത് സൃഷ്ടിക്കാൻ പോകുന്ന വലിയ വിപത്തുകൾ ഈ രാഷ്ട്രീയ നേതൃത്വമാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. കാരണം അത് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചവനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവനോ അല്ലെങ്കിൽ അതിൽ ഗവേഷണം നടത്തുന്നവർക്കോ താല്പര്യമുണ്ടാകുന്ന വിഷയമേ അല്ല. അത് അവർക്ക് കണ്ടുപിടുത്തങ്ങളുടെ ലോകത്ത് അവരുടെ അച്ചീവ്മെൻ്റ് ആകും. പക്ഷേ അത് സമൂഹത്തിലുണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ ഒരുപക്ഷെ വലുതായിരിക്കുമെന്ന് ഇന്ന് പലരും അതിനെപ്പറ്റി വ്യാകുലതപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ AI കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരടക്കം ഒരുപക്ഷെ വ്യാകുലതപ്പെടുന്നു. അവരുടെ കയ്യിൽ നിന്നും അത് വിട്ടുപോകുന്നു എന്ന രീതിയിലേക്ക് വളരുന്നുവത്രേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുമ്പോൾ തന്നെ അതിൻ്റെ ദോഷങ്ങളും ചിന്തിക്കണം ഒരേ സമയം എന്നുകൂടി ഇവിടെ പറഞ്ഞു വെക്കട്ടെ. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും വേണമെങ്കിൽ ഈ സതീശൻ സാറിനെ കൊണ്ട് തന്നെ ഗ്രൂപ്പ് ഡാൻസ് അടിക്കാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെ നിന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്നത് ഉണ്ടാക്കിയെടുക്കുന്ന ചിത്രങ്ങൾ ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി, ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മന്ത്രി, UDF ഒരു മന്ത്രി, വനിതാ മന്ത്രി തന്നെ പറയുന്നത് കേട്ടു, ഏതോ ഫംഗ്ഷനിൽ അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടേതായ മാത്രം ഒരു ഫോട്ടോ തനിച്ചെടുക്കുന്നത് ഉണ്ടായൊരു സംഭവം ഉണ്ടായെന്നും അത്തരം അപകട സാധ്യതകളെ പറ്റി അവർ വല്ലാതെ വ്യാകുലതപ്പെടുന്നുണ്ടെന്നും എന്നവർ പറഞ്ഞിട്ട് ദിവസം 1-2 ആയിട്ടുള്ളൂ എന്നുകൂടെ നമ്മൾ ഈ തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഇവിടെ പറഞ്ഞു നോക്കട്ടെ. പിന്നെ പറയുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി ഇൻ്റർ ഡിസിപ്ലിനറിയാണ്, 2 സബ്ജക്റ്റാണ്. 2 കൂടി ഉണ്ടാക്കിയിട്ട് ഒരു നാനോ സംഭവം ഉണ്ടാക്കി, ചെറിയൊരു സംഭവം. അത് ഇഞ്ചക്ട് ചെയ്യാം നമ്മുടെ വെയിനിലൂടെ. അത് ഇഞ്ചക്ട് ചെയ്തിട്ട് അതിങ്ങനെ പോവും. നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കില്ലേ, ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആ സ്റ്റിക്ക് വെച്ചിട്ട്, അതുപോലെ ഡോക്ടർ ഇങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ സാധനം ഇങ്ങനെ പോവും. ഇത് പോയിട്ട് ഹാർട്ടിലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റും. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഇല്ല, ബൈപ്പാസ് സർജറി ഇല്ല, ബ്ലോക്ക് മാറി. ശരീരത്തിലൂടെ പോയി ശരീരത്തിലെ ക്യാൻസറസ് സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും. കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല, മുടി കൊഴിയില്ല, ഒന്നുമില്ല, ക്യാൻസർ മാറും. ഇങ്ങനെയാണ് രോഗങ്ങൾ മാറ്റാൻ പോകുന്നത് വരുന്ന കാലത്ത്. പിന്നെ പറയുന്നുണ്ട് ഹാർട്ട് പോയാൽ വേറൊരാളുടെ ഹാർട്ടല്ല, ആർട്ടിഫിഷ്യൽ ഹാർട്ട്, ആർട്ടിഫിഷ്യൽ കിഡ്നി, ആർട്ടിഫിഷ്യൽ ലിവർ. ആർട്ടിഫിഷ്യൽ ലിവറിൻ്റെ കണ്ടുപിടുത്തം കഴിഞ്ഞ് അതിൻ്റെ ക്ലിനിക്കൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വരും ആർട്ടിഫിഷ്യൽ ലിവർ. ഇപ്പം തന്നെ, അധിക സമയമുണ്ട്, അടുത്ത നൂറ്റാണ്ടിലേക്ക് പോകണ്ട, ഇപ്പം തന്നെ വരും, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഗവേഷണം നടക്കുകയാണ്. പിന്നെ ചിലപ്പോൾ ഒരു 150 വയസ്സാകുമ്പോൾ ചിലപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യലായിരിക്കും ശരീരത്തിൽ, പഴയ സാധനമൊന്നും ഉണ്ടാവില്ല, അതായിരിക്കും വരുന്നത്. പിന്നെ വേറെ സംഭവം പറയുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാൻ പോകണം. അത് കണ്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര അസൂയ തോന്നുക. കാരണം നിങ്ങളുടെ ജനറേഷനാണ് അത് കിട്ടാൻ പോകുന്നത്, ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറയില്ല. എന്താ കാര്യം, ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. 125 വയസ്സാകുമ്പോഴും നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സുന്ദരനായിരിക്കും, പ്രായാവില്ല. നമ്മുടെ പ്രേക്ഷകർക്കും വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമന്റ് ബോക്സിൽ കുറിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.